നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ നടക്കുമല്ലോ. പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യം. എന്റെ സുഹൃത്ത്, ഇത് എന്താന്ന് നിങ്ങൾ മനസ്സിലായോ? മനസ്സിലായിട്ടാവില്ല, കേട്ടു. വാഹന മോഡിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുകയാണ് നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട്. അദ്ദേഹം അപ്പൊ എന്ന് പറയുന്നൊരു പ്രത്യേക ആക്ഷൻ കാണിച്ചു. ഇദ്ദേഹം പറയുന്നത് അതൊക്കെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ പണി എന്താണ്? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുള്ളതല്ലേ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ചില ആൾക്കാരൊക്കെ എന്നോടുണ്ട് മെസ്സേജ്, ചേട്ടാ ഇത് നടക്കുമോന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനല്ല തീരുമാനിക്കുന്നത്, മുഖ്യമന്ത്രിയാണ്. സോറി, മുഖ്യമന്ത്രി പോലുമല്ല അത് തീരുമാനിക്കുന്നത്. അതിലേക്ക് അടക്കാം. ഞാൻ ചുമ്മാ നമ്മുടെ ചാറ്റ് GPT-യോട് നിങ്ങൾക്കും വേണമെങ്കിൽ ചോദിക്കാം. അത് ചോദിച്ചപ്പോൾ കിട്ടിയൊരു ഉത്തരം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാരണവശാലും ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റൂല. നേരം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ പറ്റൂല. MPയുടെ കർശനമായിട്ടുള്ള നിയമമുണ്ട്. ഇത് കേരള ഗവൺമെന്റിൻ്റെതല്ല, കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. നമുക്ക് മാറ്റം വരുത്താൻ പറ്റൂല. ഇനി അനുവാദമുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നിറം മാറ്റാൻ പറ്റുമോ? അത്രേ. ചെറിയ എക്സ്റ്റീരിയർ മാറ്റങ്ങളെ പറ്റും. ടയറുകളൊക്കെ മാറ്റാം. പക്ഷെ ആ വണ്ടിയുടെ വലുപ്പത്തിന് പുറകത്തോട്ട് നിൽക്കുന്ന ടയറുകൾ പറ്റൂല. കമ്പനി അംഗീകൃത ആക്സസറികൾ ഒക്കെ, അതും ARAI അംഗീകാരമുള്ളതോ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഗഡ്വിക്കാം. കർശനമായി നിരോധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈലൻസർ കടകടായിട്ട് മാറ്റുന്ന പരിപാടി നടക്കൂല. സ്ട്രക്ചറൽ മാറ്റം, വാഹനത്തിന് ചേസിസ് മുറിക്കുക, നീളം കൂട്ടുക, സീറ്റുകൾ എണ്ണം മാറ്റുക, ഇതൊന്നും നടക്കുന്ന പരിപാടിയില്ല. ഉയരം കൂട്ടുക, ഉയരം കുറയ്ക്കുക വാഹനത്തിന്റെ നടക്കില്ല. ക്രാഷ് ഗാർഡുകൾ, ബുൾ ബാറുകളും, വാഹനത്തിന് മുൻപിലും പുറകിലുള്ള മെറ്റൽ ഗാർഡുകൾ, ഇതൊന്നും പറ്റൂല. എയർ ബാഗുകളൊക്കെ പ്രവർത്തിക്കുന്ന തടസ്സമാവും. ലൈറ്റുകൾ, ഹൈ ഇന്റൻസിറ്റി ഫ്ലഡ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന പരിപാടികളുണ്ടല്ലോ, HID ലൈറ്റുകൾ പറ്റില്ല. കൂളിംഗ് ഫിലി ഒട്ടിക്കുക നടക്കില്ല. ഇതൊക്കെ പരിപൂർണമായിട്ടും നിശ്ചയ സമാന സുതാര്യതയുള്ള കമ്പനി ഗ്ലാസുകൾ മാത്രമേ അനുവദിക്കൂ എന്നടക്കണം. ഇനി എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇനി ഇതങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ നല്ല പിഴ അടയ്ക്കേണ്ടി വരും. ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ പരിപൂർണമായിട്ടും കേരളത്തിന് ഇതിനൊരു എന്താ പറയാ, ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇനിയിപ്പോൾ ഇദ്ദേഹം ഇതിലൊക്കെ വല്ല നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താനും വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് അപേക്ഷിച്ച് ഭയങ്കരകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അത് വേണമെങ്കിൽ MPയോടൊക്കെ ഇദ്ദേഹത്തിനോട് പറയാം. യുവാക്കൾ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നടത്തിക്കോട്ടെ. അതിലൊന്ന് കണ്ടാൽ നിങ്ങൾ അതിന്റെ കണ്ണടച്ചോളൂ, അതിലൊന്നും നിങ്ങൾ പ്രതികരിക്കാൻ പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട്. അത് ഇദ്ദേഹം പറയുമോ എന്ന് നമുക്ക് കണ്ടറിയണം. എനിക്ക് അത്ര പറയാൻ കഴിയുള്ളേ. ബൈ.